ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ആറന്മുളയിലെ വീട്ടിൽ നിന്നും നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് SIT അവകാശപ്പെടുന്നത്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും അധികം വൈകാതെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വേണം കരുതാൻ. അത് മാത്രമല്ല, ഈ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിലും അതേപോലെ തന്നെ SITയുടെ കണ്ടെത്തലും അക്കാര്യത്തിലുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒത്താശ ചെയ്തുവെന്നും അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടായെന്നും അന്വേഷണ സംഘത്തിന് വിവരമുണ്ട്. അതിനാൽ തന്നെ ഈ പത്മകുമാറിന്റെ കൂടുതൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന ആരംഭിച്ചത്. ആ പരിശോധന മണിക്കൂറുകൾ നീണ്ടു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, അദ്ദേഹത്തിന്റെ കടകളിലെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രേഖകൾ അത് പിടിച്ചെടുത്തിട്ടുണ്ട്. അടക്കമുള്ള കാര്യങ്ങൾ ഇനി ക്രോസ് ചെക്ക് ചെയ്യുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. മാത്രമല്ല, ഒരു പക്ഷേ ഇന്നും നാളെയുമായി SIT പല നിർണായക നീക്കങ്ങളിലേക്കും കടന്നേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, KS ബൈജു, അതേപോലെ തന്നെ N വാസു, പത്മകുമാർ, ഇത്രയും പേർ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് ഉള്ളത്. മാത്രമല്ല, ജയിലിലേക്ക് മറ്റാരൊക്കെ പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം, അതായത് പത്മകുമാറിന്റെ ചോദ്യം ചെയ്തതിന് മുൻപ് 2019 മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ SIT തേടിയിരുന്നു. അതായത് ശങ്കർദാസിൽ നിന്നും N വിജയകുമാറിൽ നിന്നടക്കം വിവരങ്ങൾ തേടിയിരുന്നു. അവരൊക്കെ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം അത് പത്മകുമാറിന്റെ മാത്രമായിരുന്നു. മാത്രമല്ല, ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ എങ്ങനെ കൃത്രിമത്വം ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തങ്ങൾക്കറിവില്ല എന്ന് പത്മകുമാറിനെതിരാകുന്ന മൊഴിയാണ് ഇവർ നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. പുതിയ പശ്ചാത്തലത്തിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും SIT ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കടകം അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും ഗൗരവം പത്മകുമാറിന്റെ മൊഴിയിൽ ഈ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊക്കെ ചില ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ വിശ്വസിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ടാണ് SIT അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് സുരേന്ദ്രനിൽ നിന്ന് മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യലൊക്കെ കടക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സുഭാഷ് കപൂർ മോഡൽ എന്ന് വെറുതെ കോടതി പറഞ്ഞതാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു വലിയ റാക്കറ്റാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ അത് SIT ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനും നിലവിൽ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ഇന്നും നാളെയും മറ്റന്നാളിലുമായി SIT പല നിർണായക നീക്കങ്ങളിലേക്കും കടന്നേക്കും.